ഇന്ന് കുടംപുളി ഇട്ടൊരു സ്പെഷ്യൽ അയലക്കറി വയ്ക്കാം. ഈ സ്പെഷ്യൽ അയലക്കറിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ചുവന്നുള്ളി, കുറച്ച് വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് കുടംപുളി, പിന്നെ കാശ്മീരി മുളക് പൊടി 1 സ്പൂണ്, ഫുള്ള് 1 സ്പൂണ്, ഉലുവപ്പൊടി 1 സ്പൂൺ, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഓക്കെ, ഇതെല്ലാം കൂടെ നമുക്ക് വറുത്തെടുക്കാമേ. ഇത് പിന്നെ വഴറ്റിയത് മതി. ഇനി നമുക്ക് ഇത് അരച്ചെടുക്കാമേ. ഓക്കെ, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉലുവപ്പൊടിയും കൂടെ ഈ കൂട്ടത്തിലിടുകയാണേ. ഒന്നിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാമേ. അരച്ച അരപ്പ് ചട്ടിയിലോട്ട് ഒഴിക്കാമേ. കുറച്ച് വെള്ളം കഴുകി ഒഴിക്കുമേ. കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു, അതും കൂടി ഇടുകയാണേ. നമ്മൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് വെട്ടി തിളയ്ക്കുമ്പോൾ മാത്രമേ മീൻ പറക്കി ഇടുകയുള്ളേ. ഓക്കെ, അരപ്പ് വെട്ടി തിളച്ചു. ഇനി നമുക്ക് മീൻ വാരിയിടാമേ. ഇനി ഒരു 20 മിനിറ്റ് ചാറൊന്ന് വറ്റി കിട്ടട്ടെ. ഓക്കെ ഓക്കെ, നമ്മുടെ മീൻകറി വറ്റിയിട്ടുണ്ട്. ഇനി ലേശം വെളിച്ചെണ്ണ ഒഴിക്കുക, 1 സ്പൂൺ. നമ്മുടെ ഈ തവിക്ക് 1 സ്പൂൺ. ഓക്കെ, നേന്ത്രക്കായുടെ കൂട്ടത്തിൽ നമുക്കൊരു ചട്നി ഉണ്ടാക്കാമേ. അയിലക്കറിയും കായും കൂടെയാണ് ഇന്നത്തെ. നന്നായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്.